സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം വൈകിപ്പിച്ചത് സംസ്ഥാന സർക്കാർ എന്ന് ആവർത്തിച്ച പിതാവ് ജയപ്രകാശ്. പിണറായി സർക്കാർ നാടകം കളിക്കുകയാണ്. സിബിഐ വന്നതോടെ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോയ്ക്കെതിരെയുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. കോടതിയോട് നന്ദിയുണ്ടെന്നും പിതാവ് ജയപ്രകാശ് ജനം ടിവിയോട് പറഞ്ഞു. അതുപോലത്തെ ഒരു നാടകം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഒരു വിശദീകരണം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇപ്പോഴേ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടു, കോടതി ഇടപെട്ടു. അപ്പോൾ ഇത്ര ഇടപെടുമ്പോൾ അവർക്ക് വീണ്ടും എന്തെങ്കിലും നാടകം കളിക്കണ്ടേ? അപ്പോൾ വിശദീകരണം ചോദിച്ചു. ഈ വിശദീകരണം ചോദിക്കണമെങ്കിൽ ഇപ്പോഴല്ലല്ലോ ചോദിക്കേണ്ടത്, മുമ്പേ ചോദിക്കാമല്ലോ. എന്തിനാണ് കോടതി ഇടപെടുന്നവരെ നോക്കി നിന്നത്? അല്ലെങ്കിൽ കേന്ദ്രം ഇടപെടുന്നവരെ എന്തിനാണ് അവർ വെയിറ്റ് ചെയ്തത്? ചോദിക്കണമെങ്കിൽ ആ സമയത്ത് ചോദിക്കണമായിരുന്നു. അവർ 3 ആൾക്കാരെ സസ്പെൻഡ് ചെയ്തല്ലോ, 3 വനിതാ ജീവനക്കാരാ. ആ സമയത്ത് അവരെന്ത് ഉറങ്ങിക്കിടന്ന ഇല്ലല്ലോ. അപ്പോൾ ചോദിച്ചിട്ട് അപ്പോൾ ആക്ഷൻ എടുക്കണമായിരുന്നു. ഓക്കെ, എനിവേ അവർ അതായത് ഇപ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ, ചോദിച്ചിട്ട് ഇതിൽ ഉന്നതമായിട്ട് നിൽക്കുന്ന ആരാണ് ഇതിൽ കളിച്ചത്, ആ കളിച്ചവർക്ക് അത്രയ്ക്ക് അവർക്ക് ചങ്കുറപ്പ്, അത്രയ്ക്ക് സിൻസിയറിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വിശദീകരണം ചോദിക്കുക മാത്രമല്ല, അത് തെറ്റായിട്ട് ആര് തെറ്റ് ചെയ്തു അവർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള ഒരു നടപടി ഉണ്ടാകുമോ ഇല്ലയെന്ന് നോക്കിയിട്ട് ആ സമയത്ത് നമുക്ക് ചിന്തിക്കുക അവർക്ക് ആത്മാർത്ഥത ഉണ്ടോ ഇല്ലയെന്ന്. ഈ ആർഷോയുടെ പേരിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകുന്നില്ല, ഒരിക്കലും പിന്നോട്ട് പോകുന്നില്ല. 8 മാസം വരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ആർഷോ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർഷോ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുന്ന? അതിന് രാവിലെ വൈകുന്നേരം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പറയുമ്പോൾ കൊലപാതകം കഴിഞ്ഞിട്ട് ഈ അക്ഷയ് ചെന്നിരുന്നത് എം മണിയുടെ ചിറകിൻ്റെ അടിയിലാണ്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അവർ ഇതിൽ CBI അന്വേഷണം വരും, അതിനകത്ത് വരും, ഉറപ്പായിട്ട് വരും. ന്യായമായിട്ടുള്ള ഒരു വിധി ഉണ്ടാവും, എനിക്കത് ഉറപ്പാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട്. അഖിൽ, ഈ CBI അന്വേഷണം വൈകിപ്പിച്ചത് സംസ്ഥാന സർക്കാർ എന്ന് പിതാവ് ആവർത്തിക്കുകയാണ്. അതോടൊപ്പം ആർഷോയ്ക്കെതിരെയുള്ള ആരോപണത്തിലും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. വിവരങ്ങൾ. ഇന്നും അതിരൂക്ഷമായ ഭാഷയിലാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് സർക്കാരിനെയും പിണറായി വിജയനെയും ഒക്കെ തന്നെ വിമർശിച്ചിരുന്നത്. കാരണം ഇത്രയും അധികം വൈകാൻ, ഈ കുടുംബത്തിന് നീതി ലഭിക്കുന്നത് ഇത്രയും വൈകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സർക്കാർ കാണിച്ച ഒരു അലംഭാവമാണ് എന്ന് തന്നെയാണ് ഇന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞത്. കാരണം CBI അന്വേഷണം വരുന്നത് അത് ഇടപെടൽ നടത്തിയ ഹൈക്കോടതിക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും ഒക്കെ തന്നെ നന്ദിയും അദ്ദേഹം പറയുന്നുണ്ട്. തൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നുള്ള ഒറ്റ കാര്യത്തിൻ്റെ പുറത്താണ് കഴിഞ്ഞ മാസം 9-ാം തീയതി മുഖ്യമന്ത്രി കണ്ടതിനു ശേഷവും താൻ ഇതിൻ്റെ പുറകെ തന്നെ നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നയം തൻ്റെ കുടുംബത്തോട് കാട്ടിയത് എന്നറിയില്ല. അതോടൊപ്പം തന്നെ ഈ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി DGPയോട് നേടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തോട് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായത് തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ വൈകിപ്പിക്കുകയും ചില ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തവർ എന്തുകൊണ്ടാണ് ആ ഘട്ടത്തിലൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുകയോ റിപ്പോർട്ട് ചോദിക്കുകയോ അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാതിരുന്നത്? ആ ഘട്ടത്തിൽ പോലും കണ്ണിൽ പൊടിയിടുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഒരു 3 പേരെ സസ്പെൻഡ് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. എന്തായാലും ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ഇത്തരത്തിലൊരു വിജ്ഞാപനം വന്നതും അതിവേഗത്തിൽ CBI അന്വേഷണം എത്തുന്നതുമൊക്കെ തന്നെ തൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കും എന്നുള്ള വിശ്വാസം വീണ്ടും വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതിൽ സന്തോഷവും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ PM ആർഷോയ്ക്കെതിരെയുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കാനും ജയപ്രകാശ് തയ്യാറാകുന്നുണ്ട്. അതിര ശരി, സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം വൈകിപ്പിച്ചത് സംസ്ഥാന സർക്കാർ എന്ന് ആവർത്തിച്ച പിതാവ് ജയപ്രകാശ്. പിണറായി സർക്കാർ നാടകം കളിക്കുകയാണ്. CBI വന്നതോടെ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. SFI സംസ്ഥാന സെക്രട്ടറി ആർഷോയ്ക്കെതിരെയുള്ള ആരോപണത്തിലും അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന സമീപനമാണ് ഉള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ടുമടം.